മാനൂട്ടാ, ഇത് ഏതാ ഡ്രസ് മോനിട്ടേക്കണേ? ഹാപ്പി ബർത്ത്ഡേന്റെയാ? ഇഷ്ടായോ? എവിടെയാ നമ്മള് പോന്നേ? നമ്മളതിന് പോവാല്ലേ? പോയിട്ട് വരാന്ന് പറയാ എല്ലാരോടും. എന്താണ്? ഹലോ, എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ കണ്ണൂർ വരെ പോവുകയാണ്. കണ്ണൂർ പോയിട്ട് മാനൂട്ടിന് ഞാൻ പറഞ്ഞിട്ടില്ലേ സ്കൂളിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. പിന്നെ നമ്മുടെ അടുത്തുള്ള ടൗൺ ഉണ്ട് കേട്ടോ. നമ്മുടെ അടുത്തുള്ള ടൗൺ മയ്യിലാണ്. മയ്യിലും സാധനങ്ങളൊക്കെ കിട്ടും, പക്ഷേങ്കിൽ നമ്മൾ കണ്ണൂർ പോയി വാങ്ങിയാൽ കുറച്ചും കൂടി റേറ്റ് കുറവുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കണ്ണൂർ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ പറയുന്നത് എന്താ വെച്ചാൽ, എൻ്റെ ബാഗ് ഉണ്ടല്ലോ, എൻ്റെ ഒരു പഴയ ബാഗാണ്. ഞാനിപ്പോൾ സൈഡിലിടുന്ന ഒരു ചെറിയ ബാഗുണ്ട്. അത് കിട്ടിയതിന് ശേഷം, അത് അക്കയുടെ ബാഗാണ്. അതെനിക്ക് കിട്ടിയതിന് ശേഷം പിന്നെ ഞാൻ ഈ ബാഗ് ഉപയോഗിച്ചിട്ടേ ഇല്ല. ഇപ്പോഴാണ് ഈ ബാഗ് പുറത്തെടുക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത് കേട്ടോ. അങ്ങനെ നമ്മളെ നാട്ടിൽ നിന്നുള്ള ബസ്സാണ് കണ്ണൂരേക്കുള്ളത്. അപ്പോൾ നാട്ടിൽ നിന്നുള്ള ബസ്സിൽ കയറിയാൽ 1 മണിക്കൂർ കണ്ണൂരേക്ക് യാത്രയുണ്ട് കേട്ടോ. പിന്നെ ഇന്നലെ ഇട്ടിരുന്ന വീഡിയോ കണ്ടിട്ട് കുറേ ആൾക്കാരെന്നെ വിളിച്ചിട്ടും മെസ്സേജ് അയച്ചിട്ടും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവരോടും എനിക്ക് ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. കാരണം മനസ്സൊന്ന് പതറിയ സമയത്ത് എല്ലാവരും വന്ന് കുറേ മോട്ടിവേറ്റ് ഒക്കെ ചെയ്യും. ഈ അനുഭവിക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെ ഒരു തീവ്രത മനസ്സിലാവുമെന്ന് പറയൂലേ, അതുപോലെ തന്നെയാണ് കേട്ടോ. കാരണം കുറേ ആൾക്കാർ എന്നോട് പറഞ്ഞു ജോലിക്കൊക്കെ ശ്രമിച്ചൂടെ എന്ന് ചോദിച്ചു. എനിക്ക് ജോലിക്ക് പോകാൻ മടിയായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളോ കൊണ്ടോ ഒന്നുമല്ല ജോലിക്ക് പോകാണ്ട് നിൽക്കുന്നത്. കാരണം നമ്മൾ ജോലിക്ക് പോകുന്ന സമയത്ത് കുഞ്ഞിനെ നോക്കാൻ ഒരാൾ വേണമല്ലോ എന്തായാലും. ഇപ്പോൾ അവന് 4 വയസ്സ് കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ അവനെ എന്തായാലും നമുക്ക് വേറൊരു വീട്ടിൽ ഏൽപ്പിച്ചിട്ട് പോകാനോ അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ വന്ന് നിന്ന് നോക്കാനോ ആരുമില്ല. ഞാനും ഏട്ടനും മോനും മാത്രം അടങ്ങുന്നൊരു കുടുംബമാണ് ഞങ്ങളുടേത്. അപ്പോൾ ഏട്ടൻ രാവിലെ 8 മണിക്ക് ജോലിക്ക് പോയാൽ രാത്രി 7:30 ആവും വീട്ടിലെത്താൻ. അപ്പോൾ ഏട്ടൻ എത്തുന്ന സമയം വരെ പിന്നെ ഞാനല്ലേ ഉള്ളൂ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നെ നിങ്ങൾക്ക് നമ്മളെ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് മനസ്സിലായില്ലേ, കുറച്ച് ഉള്ളിലേക്കുള്ളൊരു കുഗ്രാമമാണ്. അപ്പോൾ അവിടെ ഡേ കെയറോ പ്ലേ സ്കൂളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ആകെയുള്ളൊരു അംഗനവാടിയാണ്. അംഗനവാടിയിലത്തെ കാര്യം പിന്നെ പറയുകയും വേണ്ട, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് അംഗനവാടിയിലും വിടാൻ പറ്റില്ല. അംഗനവാടി വിട്ടാലും നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ ആ സ്കൂളും അംഗനവാടിയൊക്കെ വിടുന്ന സമയമാകുമ്പോൾ കുട്ടികളെ അടുത്ത് കുട്ടികളെ കൂട്ടിക്കൊണ്ട് വരാനും ഒക്കെ ആൾക്കാർ വേണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് എവിടെയെങ്കിലും ജോലിക്ക് പോകുമോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ എനിക്കിപ്പോൾ നിലവിൽ അതൊന്നും പറ്റുന്നില്ല. കാരണം മാനൂട്ടൻ സ്വന്തമായിട്ട് കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് ചെയ്യണ ഒരു സമയത്ത്, അതായത് ഒറ്റയ്ക്ക് അവൻ വീട്ടിൽ നിൽക്കാൻ പ്രാപ്തനാവുന്നത് വരെ എനിക്കിപ്പോൾ വേറെ എവിടെയും ജോലിക്ക് പോകാൻ പറ്റില്ല. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും വിഷമങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. നമ്മളുടെ കയ്യിലൊരു 10 രൂപയുടെ വരുമാനം ഇല്ലാണ്ടാവുമ്പോൾ ഞാൻ പണ്ട് ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന ആളാണ്. കല്യാണത്തിന് മുന്നേയും ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ എനിക്ക് ഇപ്പോഴാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത്. അപ്പോൾ എനിക്കെല്ലാം കൂടി ആലോചിച്ച സമയത്തൊന്നും മനസ്സ് പതറിപ്പോയി. ആ സമയത്ത് ഒരുപാട് പേര് കമൻ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ എല്ലാവരുടെയും കണ്ടു. കുറേ ആൾക്കാരൊക്കെ എന്നെ കുറ്റപ്പെടുത്തുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. എന്നാലും സാരില്ല. അപ്പോൾ പോട്ടെ, ഏതായാലും സന്തോഷമുണ്ട്. എല്ലാവരുടെയും കമൻറ്റൊക്കെ ഞാൻ വായിച്ചു. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ, എല്ലാ കാര്യത്തിൻ്റെയും അടിസ്ഥാനം പൈസയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ കയ്യിൽ 10ൻ്റെ പൈസ എടുക്കാനില്ലെങ്കിലുണ്ടല്ലോ നമുക്ക് പുല്ല് വിലയാണ്. അതിനി ആരെന്നാ പറഞ്ഞാലും അതങ്ങനെ തന്നെയാണ്. അതിലൊരു മാറ്റം ഉണ്ടാവില്ല. നമ്മളെ കുടുംബ ബന്ധങ്ങളിലും നമ്മളെ സൗഹൃദങ്ങളിലും ഒക്കെ അത് പ്രതിഫലിക്കും. നമ്മളെ കയ്യിൽ 10ൻ്റെ പൈസ ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു അവസ്ഥ വരും. അത് ചിലപ്പം അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകാത്ത ആൾക്കാർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല. നിങ്ങൾക്ക് നോക്കുമ്പോൾ എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവില്ല. പക്ഷേങ്കിൽ ഞാൻ ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ അനുഭവിച്ച ആളാണ്. അപ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ കടന്നു വന്നതുകൊണ്ട് തന്നെ ഞാൻ മെൻ്റലി ഭയങ്കര വീക്കാണ്. എനിക്ക് ചെറിയ കാര്യങ്ങൾ പോലും എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഇപ്പം നിങ്ങളിപ്പോൾ പലരോടും എനിക്ക് എന്താ പറയുക, കമൻ്റ് ഇടുന്ന ആൾക്കാരോട് എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു അടുപ്പമുണ്ട്, ഒരു അഫെക്ഷൻ ഉണ്ട്. അപ്പം നിങ്ങളെ ഞാനൊരു പക്ഷേ നേരിട്ട് കാണുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളെ ഒരിക്കലും എനിക്ക് അനുഭവമുണ്ട്. ഞാൻ ഇതിൽ കമൻ്റ് ഇടുന്ന ഒരാൾ ലൈവിൽ വന്ന സമയത്ത്, ആളെ ലൈവിൽ ഞാൻ ആദ്യമായിട്ട് കാണുന്ന, ലൈവിൽ വന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ കരഞ്ഞു. എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അവരാരൊക്കെയോ ആണ് എന്നുള്ളൊരു ഫീല് വന്നു. അത് അങ്ങനെ തോന്നാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ വീട്ടിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന ആളാണ്. എനിക്ക്
എന്താണ് ഇവിടുത്തെ ബന്ധുക്കളായിട്ട് എൻ്റെ ബന്ധുക്കളായിട്ടോ അങ്ങനെയുള്ള ആരുമായിട്ടുള്ള ഇതില്ല. ഇവിടെ വന്നിട്ടൊരു ഫാമിലി ഫങ്ഷനോ ഒന്നും ഞാൻ പങ്കെടുത്തിട്ടില്ല, എന്നെ ആരും ക്ഷണിച്ചിട്ടുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ കഴിയുന്ന ഒരാൾക്ക് പുറത്തുനിന്ന് ഒരാളിങ്ങനെ നിങ്ങളിപ്പോൾ കമൻ്റ് ഇടുന്ന ആൾക്കാർ പലരോടും എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു അടുപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാളെ നിങ്ങളെ ഞാൻ എവിടെയെങ്കിലും വെച്ച് കണ്ടാലും ചിലപ്പോൾ ഞാൻ ആദ്യം കരയുമായിരിക്കും. അങ്ങനത്തെ ഒരാളാണ്, അത്ര മെൻ്റലി വീക്കാണ്. ഞാൻ കാണുന്ന പോലെ ഈ എന്താ പറയുക, കാണുമ്പോൾ ഒരു അഹങ്കാരി ലുക്കും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഞാൻ മെൻ്റലി വീക്കാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ കാര്യങ്ങളും അങ്ങനെ ഈസി ആയിട്ട് ഫേസ് ചെയ്ത് പോകാനുള്ള ധൈര്യമില്ല. അതാണ് സംഭവം. അതുകൊണ്ടാണ് ഇന്നലെ രാത്രിയിൽ അങ്ങനെ ഞാൻ വീഡിയോ ഇട്ടതും നിങ്ങളിങ്ങനെയൊക്കെ കമൻ്റ് ഇട്ടതും ഒക്കെ. അതൊക്കെ പോട്ടെ. എന്തായാലും ഞങ്ങൾ മാനുവേട്ടൻ്റെ ഇത് എന്താണ് ബാഗും സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് കണ്ണൂർ ഗ്രീൻസിലേക്കാണ് വന്നത് കേട്ടോ. ഗ്രീൻസ് എന്ന് പറയുമ്പോൾ ഹൈപ്പർ മാർക്കറ്റാണ്. അപ്പോൾ ഇവിടെ കുറച്ച് അത്യാവശ്യം ഓഫർ ഉണ്ടെന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് ഇവിടുത്തെ കാർഡ് എടുക്കണമായിരുന്നു. ഇപ്പോൾ കാർഡ് എടുത്തു, അതിന് 50 രൂപയായുള്ളൂ കേട്ടോ. കാർഡ് എടുത്തതിന് ശേഷം പിന്നെ മാനുവേട്ടന് ബാഗ് എടുത്തു. അപ്പം മാനുവേട്ടന് അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ പറഞ്ഞിട്ടാണ് വന്നത്, ഈ പാവ് പെട്രോൾ എന്ന് പറഞ്ഞിട്ടൊരു കാർട്ടൂൺ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിലെ ക്യാരക്ടറുള്ള ബാഗും അതിൻ്റെ തന്നെ സാധനങ്ങളും വേണമെന്ന് പറഞ്ഞാൽ വന്നത്. ഇവിടെ വന്ന് നോക്കുമ്പോൾ ആ ബാഗിനൊക്കെ 1200 800 ഒക്കെ രൂപയുണ്ട്. ഒടുക്കം ഞാനത് എങ്ങനെയൊക്കെയോ പറഞ്ഞ് തിരുത്തി ഒരു സാധാ ബാഗ് വാങ്ങിച്ചു കേട്ടോ. ആ ബാഗിന് അത്യാവശ്യം വിലയുണ്ട്. അത്യാവശ്യമൊന്നുമല്ല, 10-600 രൂപയായി കേട്ടോ ബാഗിന്. പിന്നെ ബാഗ്, പിന്നെ അല്ലറ ചില്ലറ സാധനങ്ങളെല്ലാം വേണമല്ലോ. ബുക്കുകളൊന്നും വാങ്ങേണ്ടി വന്നില്ല. ബുക്സൊക്കെ നോട്ട്ബുക്കും കാര്യങ്ങളൊക്കെ നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പെൻസിൽ, റബ്ബർ, പിന്നെ എന്താ പറയുക, എന്താണ് ഷാർപ്പനർ, പിന്നെ വാട്ടർ ബോട്ടിൽ, പിന്നെ ബോക്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നല്ല നല്ല ഭംഗിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് ക്യൂട്ടായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിയത് ഞാൻ അടുത്ത വീഡിയോയിൽ എടുക്കാം. കാരണം ഇന്ന് ഇത്രയും പ്രഭാഷണം കഴിഞ്ഞപ്പോൾ തന്നെ ഇത്രയും സമയം പോയില്ലേ. അതുകൊണ്ട് ഈ വാങ്ങിയ സാധനങ്ങളും കൂടി വരുമ്പോഴത്തേക്ക് വീഡിയോ ലെങ്ത്ത് കൂടിപ്പോവും. അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും, അല്ലെങ്കിൽ തന്നെ ചിലപ്പോൾ ബോറടിക്കുന്നുണ്ടാവും. അപ്പോൾ എനിവേ പോട്ടെ. എന്തായാലും നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഇതൊക്കെ കണ്ടോ, എന്ത് രസമുണ്ടല്ലേ. നമ്മുടെയൊക്കെ കാലത്ത് ആകെ ഒരു നോർമൽ കട്ടറാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴത്തെ ഷാർപ്പനറും ഒക്കെ ഇത് മാറിയതാ. ഇതൊരു ബോക്സാണ്. എനിക്ക് ഈ ബോക്സ് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ കുറേ സാധനങ്ങൾ ഗ്രീൻസിൽ നിന്ന് വാങ്ങി. ഗ്രീൻസിൽ നിന്ന് ഞാൻ വിചാരിച്ചത് അത്യാവശ്യം നല്ലൊരു റേറ്റ് ആകുമെന്ന് തന്നെയാണ് കരുതിയത്. പക്ഷേങ്കിലുണ്ടല്ലോ, ശരിക്കും നമ്മൾ വിചാരിച്ചതിൻ്റെ അത്ര പോലും റേറ്റ് ആയില്ല കേട്ടോ. ഓഫർ നല്ല പോലെ ഡിസ്കൗണ്ട് തന്നു അവർ. കുറച്ച് തിരക്ക് പിടിച്ചിട്ടുള്ള പർച്ചേസിങ് ആയിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലാസ്റ്റ് ബസ് നാട്ടിലേക്കുള്ളത് 7 മണിക്കോ 8 മണിക്കോ എങ്ങാണ്ടാണ്. അപ്പോൾ അത് പിടിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നാട്ടിലേക്കുള്ള പോക്ക് പിന്നെ കണ്ണൂർ നോട്ട് പിടിച്ചു പോകേണ്ടി വരും. അതിന് കൊടുക്കണം 1000 രൂപ വേറെ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഓടി നടന്നാണ് ഞാൻ എല്ലാം വാങ്ങിയത്. അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങിയപ്പം ഇത് ഇപ്പം ഞങ്ങൾ ഈ നിൽക്കുന്ന സ്ഥലമുണ്ടല്ലോ, പണ്ട് നമ്മുടെ ഈ സൈക്കിളോ അങ്ങനെ എന്തോ പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നല്ലോ, അത് ഷൂട്ട് ചെയ്ത സ്ഥലമാണ് കേട്ടോ. മറ്റേ നമ്മളെ വിനീത് ശ്രീനിവാസനെ, പിന്നെ മറ്റേ എന്താണ് കാതൽ സന്ധ്യയൊക്കെ ഉള്ളൊരു പടം, അത് ഷൂട്ട് ചെയ്ത സ്ഥലമാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഇവിടുന്ന് മാനുവേട്ടന് ഇനിയൊരു ചെരുപ്പ് വാങ്ങാമെന്നാണ് ആദ്യം വിചാരിച്ചത്. അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ചെരുപ്പ് ഓൾറെഡി 2 ചെരുപ്പ് അവനുണ്ട്. അപ്പോൾ നമ്മളിനി വീണ്ടും ചെരുപ്പ് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. അതേ പറഞ്ഞാൽ സ്കൂൾ ഷൂ വാങ്ങാം. കാരണം സ്കൂളിൽ പോകുമ്പോൾ യൂണിഫോമിൻ്റെ കൂടെ എന്തായാലും ഷൂ വേണം. നിർബന്ധമൊന്നുമില്ല, പക്ഷേങ്കിൽ ഷൂ ഒക്കെ ഇട്ട് സ്കൂളിൽ പോകുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു സ്റ്റാൻഡേർഡ് ഉണ്ടാവുമല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം. കാരണം ഞാൻ പഠിച്ച സ്കൂളിൽ എനിക്ക് ഷൂവും സോക്സും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ 7ാം ക്ലാസ് വരെ പഠിച്ചത് സ്കൂളിൽ ഷൂവും സോക്സും ടൈയും ബെൽറ്റും ഒക്കെ ഉള്ളൊരു സ്കൂളാണ്. അപ്പോൾ എനിക്ക് മോനെ വിടുമ്പോഴും അങ്ങനെ വിടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേങ്കിൽ നമ്മുടെ സ്കൂളിൽ പിന്നെ അത്രയ്ക്കുള്ള യൂണിഫോം കാര്യങ്ങളൊന്നുമല്ല, നോർമൽ യൂണിഫോമാണ്. ഞാൻ ഈ അടുത്ത ഇത് കണ്ടായിരുന്നു, നല്ല രസമില്ല ആ പൗച്ച് കാണാൻ. എനിക്കതങ്ങ് ഇഷ്ടപ്പെട്ടു. പക്ഷേ അതിന് 350 രൂപ വിലയുണ്ട്, അതുകൊണ്ട് അത് വാങ്ങിയില്ല. അങ്ങനെ അവിടുന്ന് മാനുവേട്ടന് ഞങ്ങൾ ഷൂ ഒക്കെ വാങ്ങിയിട്ട് നേരെ സെഞ്ച്വറി എന്ന് പറഞ്ഞിട്ട്, സെഞ്ച്വറി സിൽക്സ് എന്ന് പറഞ്ഞിട്ടൊരു തുണിക്കടയുണ്ട് ഇവിടെ കണ്ണൂർ കേട്ടോ. അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത ഡ്രസ്സും കാര്യങ്ങളും, പിന്നെ വില വലിയ കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ വിചാരിച്ചിട്ടാണ് ഇവിടേക്ക് വന്നേ. നോക്കുമ്പോൾ ഇവിടെ നല്ല കഴുത്തറപ്പൻ റേറ്റ് ആയിരുന്നു ഈ പ്രാവശ്യം. അതുമാത്രമൊന്നുമല്ല, സെലക്ഷൻ വളരെ മോശമെന്ന് പറയാനായിട്ട് ഒന്നുമില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമമായിപ്പോയി. കാരണം എൻ്റെ ഒരു കണക്കുകൂട്ടൽ തെറ്റിപ്പോയിട്ടാണ് ഇപ്പം ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയത്. ആദ്യം ഞാൻ കരുതിയത് ഫസ്റ്റ് ക്രൈ ഉണ്ടല്ലോ, നമ്മൾ ഫസ്റ്റ് ക്രൈ ആപ്പിൽ നിന്ന് മാനുവേട്ടന്, ഞാൻ ഇവൻ ചെറുതായിരുന്നപ്പോഴൊക്കെ ഫസ്റ്റ് ക്രൈയിൽ നിന്നാണ് ഡ്രസ്സ് എടുത്തിട്ടുള്ളത്. എല്ലാം നല്ല
നല്ല ക്വാളിറ്റിയുള്ള നല്ല ഡ്രസ്സൊക്കെ ആയിരുന്നു. അത്യാവശ്യം നല്ല വലിയ റേറ്റൊന്നും ഇല്ല, നോർമൽ റേറ്റിലൊക്കെ ഉള്ളതുകൊണ്ട് കൂടിയ റേറ്റിൻ്റെ ഉണ്ട്, നമുക്ക് പറ്റിയതൊക്കെ ഉണ്ടായിരുന്നു അതിൽ. അതൊക്കെ നല്ല തുണികളായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇവന് ഇപ്രാവശ്യം ഫസ്റ്റ് ക്രൈയിൽ നിന്ന് എടുക്കണമെന്ന് വിചാരിച്ച് നിന്നിട്ട് പക്ഷേങ്കിൽ ഞാൻ കാർട്ടിൽ ആഡ് ചെയ്തിട്ടു, പക്ഷേങ്കിൽ ഞാൻ ഓർഡർ ചെയ്തില്ല. ഇനിയിപ്പോൾ ഓർഡർ ചെയ്ത് നമുക്ക് എടുക്കാനുള്ള സമയമില്ലല്ലോ. അപ്പോൾ എന്തായാലും മാനൂട്ടന് ഇവിടുന്ന് ഡ്രസ്സ് എടുത്തേ പറ്റുള്ളൂ. അങ്ങനെ 1-2 എടുത്തു നോക്കി കേട്ടോ. എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്ന് മാത്രമൊന്നുമല്ല, ഭയങ്കര റേറ്റ് 700-800 ഒക്കെ വെച്ചിട്ട് ചുമ്മാ റേറ്റ് ഇട്ട് വെച്ചേക്കുവാന്ന് തോന്നുന്നു. ഇതിനൊക്കെ ശരിക്കും ഇതേ മോഡൽ സാധനത്തിനൊക്കെ ഫസ്റ്റ് ക്രൈയിൽ അത്രയും റേറ്റ് ഉള്ളൂ. പിന്നെ നമുക്കിനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞാൻ കുറേ സത്യം പറഞ്ഞാൽ കുറേ ഡ്രസ്സ് എടുത്തു കേട്ടോ. ആദ്യം ടീഷർട്ട് മാത്രം നോക്കി, പിന്നെ സെറ്റായിട്ടുള്ളത് നോക്കി, പിന്നെ ഷർട്ട് നോക്കി. അതിൽ തന്നെ ഈ ചൈനീസ് കോളർ വരുന്ന അതുണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനത്തെ ഷർട്ട്സ്. അപ്പം ഞാൻ അത് നോക്കുമ്പോൾ അത് കിട്ടിയില്ല. ഒടുക്കം ഞാൻ എങ്ങനെയൊക്കെയോ തപ്പിപ്പെറുക്കി 1-2 എടുത്തു. ആദ്യം ഒരു ടീഷർട്ട് എടുത്ത സമയത്തുണ്ടല്ലോ അതിന് 899. ശരിക്കും എനിക്കത് എടുക്കണമെന്ന് ഒരു മനസ്സും ഉണ്ടായിരുന്നില്ല. കാരണം 899 രൂപയ്ക്ക് ഒരെണ്ണം എടുത്താൽ മാനൂട്ടൻ എന്തായാലും സ്കൂളിൽ ഇട്ടുകൊണ്ട് പോകണമല്ലേ. അപ്പോൾ അവനത് സ്കൂളിൽ പോയിട്ട് തിരിച്ച് വീട്ടിലെത്തുമ്പോൾ അതാണ്ട് ഇതിൻ്റെ കാര്യമാണ് പറയുന്നത്, ഇതിൻ്റെ വേറൊരു കളറ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ മാനൂട്ടൻ സ്കൂളിൽ പോയിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്ക് അതിൻ്റെ കോലം മാറ്റിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അത്രയും വില കൂടിയ സാധനമൊന്നും ഇട്ട് സ്കൂളിൽ വിടാൻ പറ്റില്ല. യൂണിഫോം തയ്ച്ച് കിട്ടുന്നവർ എന്തായാലും കളർ ഡ്രസ്സ് വേണമല്ലോ ഇട്ടുകൊണ്ട് പോകാൻ. അപ്പോൾ ഏട്ടന് അത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് എടുക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ അത് ഞാൻ സെലക്ട് ചെയ്തു. പിന്നെ അതുകൊണ്ട് ഇപ്പോൾ ഇടുന്ന ഈ ഡ്രസ്സ് ഉണ്ടല്ലോ, ഈ ചൈനീസ് കോളർ, ഇത് എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ. പിന്നെ ഞാൻ അത് എടുത്തു കേട്ടോ. അതിന് വലിയ റേറ്റൊന്നുമില്ല, 300 സംതിങ് എന്തേ ഉള്ളൂ. അപ്പം ഞാൻ അതുകൊണ്ട് അതെടുത്തു. പിന്നെ ഒരു ടീഷർട്ട് കൂടി ഞാൻ എടുക്കാൻ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ ഞാൻ വെറുതെ ഇട്ട് നോക്കിയതാണ് എങ്ങനെയുണ്ട് എന്ന് അറിയാൻ. പക്ഷേ എനിക്കിതൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. എനിക്കെന്തോ ഇവനെന്തോ റൗഡിയെ പോലെ തോന്നി അതെല്ലാം ഇട്ട് കണ്ടപ്പോഴത്തേക്ക്. എനിക്ക് ആ ഡ്രസ്സ് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. ഏട്ടനാണെങ്കിൽ ഈ ഡ്രസ്സൊക്കെ അങ്ങ് ഒരുപാട് ഇഷ്ടപ്പെട്ടെ. പക്ഷെ വെള്ളയൊക്കെ എടുത്താൽ ഒരു ദിവസം പോയിട്ട് അരമണിക്കൂർ നേരം പോലും അവൻ ഇട്ടുകൊണ്ടിരിക്കില്ല. കാരണം അഴുക്കാക്കി നശിപ്പിച്ചിട്ടുണ്ടാവും. പിന്നെ നമുക്ക് എവിടെ ഇടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പിന്നെ അതൊക്കെ ഒഴിവാക്കി. പിന്നെ ഞാൻ ഈ 800, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ എടുത്തതെന്ന് പറഞ്ഞത്, അത് ഇതാണ് കേട്ടോ. ഇതിന് 899 രൂപയാണ് ഈ ഒരൊറ്റ ടീഷർട്ടിന് വില. പക്ഷെ കാണാനൊക്കെ നല്ല അടിപൊളി സാധനമാണ്. മെറ്റീരിയലും ഒക്കെ നല്ല ഭംഗിയുള്ളതാണ്. പക്ഷേങ്കിൽ നമ്മൾ അത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ബില്ലിങ്ങിലേക്ക് അതും കൊണ്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ പെൺകുട്ടികളുടെ ഡ്രസ്സ് കണ്ടു. എനിക്കാണെങ്കിൽ ഈ പെൺപിള്ളേരുടെ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമാണ്. എന്തൊരു ക്യൂട്ടാണ്. നല്ല പെൺകൊച്ചുങ്ങളൊക്കെ ആയിരുന്നെങ്കിൽ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ വാങ്ങിച്ചിടായിരുന്നു. ആൺപിള്ളേർക്ക് എവിടെ പോയാലും ഡ്രസ്സൊന്നും കിട്ടൂലല്ലോ. അങ്ങനെ ഞങ്ങൾ ബില്ലിങ്ങിൽ വന്നപ്പോഴത്തേക്കുണ്ടല്ലോ അവിടെ 3 ടീഷർട്ട് എത്രയാണ്, വളരെ കുറച്ച്, എത്ര 100 രൂപയ്ക്കോ 250 രൂപയ്ക്കോ എങ്ങാണ്ട് 3 കിട്ടും. അപ്പം ഞാൻ നോക്കുമ്പോൾ ടീഷർട്ട് മാത്രം. അപ്പം ഞാൻ അതെടുത്തിട്ട് ഈ 899 ഞാൻ തിരിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു അത് വേണ്ട, ഇത് മതി എന്ന് പറഞ്ഞ്. കാരണം ഡെയിലി യൂസിനല്ലേ, അവന് അതൊക്കെ മതി. എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴല്ലേ നല്ല ഡ്രസ്സെല്ലാം. സെഞ്ചുറീൻ്റെ ഫ്രണ്ടിൽ എപ്പോഴും ഇതുപോലെയൊക്കെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക കേട്ടോ. കാണാൻ നല്ല ഭംഗിയാണ്. മാനൂട്ടനാണെങ്കിൽ കുടയൊക്കെ കിട്ടിയതിൻ്റെ പത്രാസിൽ താഴെ വയ്ക്കുന്നേ ഇല്ല. അങ്ങനെ ഞങ്ങൾ ഇറങ്ങുമ്പോഴത്തേക്ക് മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ മഴയൊന്നും നനഞ്ഞില്ല. ഏതായാലും ഭാഗ്യത്തിന് ഇന്നാണെങ്കിൽ നല്ല വെയിലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് മഴ കൊണ്ടതേ ഇല്ല ഇന്നത്തെ ദിവസം. അപ്പം ക്രോസ് ചെയ്ത് ബസ് സ്റ്റാൻഡിലേക്ക് പോകാമെന്ന് വിചാരിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മൾ ഒരു ബസ് കണ്ടു, നാട്ടിലേക്കുള്ളൊരു ബസ്. നമ്മുടെ നാട്ടിലേക്കില്ല, വേറൊരു റൂട്ടാണ് കേട്ടോ. അപ്പം ബസ് കണ്ടപാട് അത് കുറ്റ്യാട്ടൂർ പഞ്ചായത്താണ്. അപ്പോൾ പഞ്ചായത്ത് ബസ് എന്ന് കണ്ടപ്പോഴത്തേക്ക് ചാടി കയറി. കാരണം നമ്മൾ നോർമലി വരുന്ന വഴിയല്ല, വേറൊരു വഴിയാണ്. അപ്പോൾ ടൈം കുറവേ ഉള്ളൂ. പക്ഷേങ്കിൽ അതിന് പോകാമെന്ന് കരുതി ചാടി കയറിയതാണ്. കയറി കഴിഞ്ഞപ്പോഴാണ് അബദ്ധം പറ്റിയത് മനസ്സിലായത്. ഈ ബസ് കുറേ കറങ്ങിയിട്ടെല്ലാം പോകുന്നത്. നേരെ മൂക്ക് പിടിക്കേണ്ടതിന് പകരം വളഞ്ഞ് മൂക്ക് പിടിക്കുന്ന പരിപാടിയാണ്. അപ്പോൾ കയറിയെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഇത് അറിയുന്നത്. പിന്നെ ഞങ്ങൾ ഇറങ്ങാനൊന്നും നിന്നില്ല, അതിൽ തന്നെ ഇരുന്നു. അത് മാനൂട്ടൻ ഒരു വാച്ച് വാങ്ങിച്ചു കൊടുത്തേ കേട്ടോ. മാനൂട്ടൻ വാച്ചൊക്കെ കെട്ടി ഭയങ്കര ഷോ ആയിരുന്നു. പിന്നെ ഉണ്ടല്ലോ ബസ്സിലിരുന്ന് കഴിഞ്ഞപ്പോഴാണ് മാനൂട്ടന് ബോധോദയം ഉണ്ടായേ. അപ്പോഴേക്കും മാനൂട്ടൻ പറഞ്ഞു ഇനി സ്കൂളിൽ പോകുന്നില്ല, ഞാൻ വീട്ടിൽ ഇരുന്ന് പഠിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ആകെപ്പാടെ സെൻറ്റി അടിച്ചിരിക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ അങ്ങനെ നമ്മളെ നാട്ടിലെത്തിയപ്പോൾ
ഒരു ഹോട്ടലുണ്ട് ഇവിടെ. അങ്ങനെ ഹോട്ടലിൽ കയറി ഒരു ഷവർമ വാങ്ങി കേട്ടോ. ഷവർമ വാങ്ങി, ഒരു ലൈമും വാങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ഇനി രാത്രി വീട്ടിലെത്തിയിട്ട് ഉച്ചയ്ക്ക് ഞങ്ങൾ കഞ്ഞിയും പയറുമായിരുന്നു. ഉച്ചയ്ക്ക് പയറെല്ലാം ആക്കിയത് ഉച്ചയ്ക്ക് തന്നെ തീർന്നു പോയി. ഇനിയിപ്പോൾ രാത്രി വീട്ടിലെത്തിയിട്ട് പിന്നെ ഇനി പയറൊന്നും വെക്കലൊന്നും വയ്യ. അതുകൊണ്ട് ഏട്ടൻ പറഞ്ഞു നമുക്കിന്ന് പുറത്തുനിന്ന് ആക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഷവർമയും കഴിച്ചു. മാനൂട്ടൻ പൊതുവേ അത്രയ്ക്ക് അങ്ങോട്ട് കഴിക്കുന്നതല്ല കേട്ടോ. കുഞ്ഞിന് വിശപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് അവൻ അതും കഴിച്ചു. അങ്ങനെ ഞങ്ങളൊരു പാക്കറ്റ് തൈരൊക്കെ വാങ്ങിയിട്ട് ഇറങ്ങി. ഇനി നാളത്തേക്ക് കറി വെക്കണമെങ്കിൽ തൈരും ചമ്മന്തിയാണ് നാളെ. അപ്പോൾ ഇത് നമ്മളെ നാട്ടിലെ ഓട്ടോയാണ് കേട്ടോ. നാട്ടിൽ നിന്ന് നമ്മൾ വിളിച്ചതാണ് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. പുരുഷു എന്നാണ് ഏട്ടൻ്റെ പേര്. പുരുഷേട്ടൻ്റെ ഓട്ടോയിലാണ് അധികം എവിടെയെങ്കിലുമൊക്കെ പോകുന്നത് ഇപ്പം. ഇനിയിപ്പോൾ ഇവിടുന്ന് ഓട്ടോയ്ക്കൊരു 80 രൂപ പോയിൻ്റ് അത്രയേ ഉള്ളൂ. അപ്പോൾ നാടെത്തും. പിന്നെ ഉണ്ടല്ലോ, വേറൊരു കാര്യം കൂടി നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചതാണ്. എനിക്ക് ആകെപ്പാടെ ഇത്രയും വിഷമം വരാൻ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. എൻ്റെ അമ്മയും അച്ഛനും മാനൂട്ടൻ സ്കൂളിൽ പോകുന്നത് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞ് നിന്നെയാണ്. അപ്പോൾ അവരെന്നെ 2-3 ദിവസം മുന്നേ വിളിച്ചിട്ട് പറഞ്ഞിരുന്നു ഇങ്ങോട്ട് വരുന്നതെന്ന്. അപ്പം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഞാൻ അവരോട് പറഞ്ഞു തൽക്കാലം ഇപ്പോൾ വരണ്ട. കാരണം ഒന്നാമത് മാസാവസാനം ആകുമ്പോഴത്തേക്ക് കുറച്ച് ടൈറ്റാണ്. അപ്പം വീട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ വരുമ്പോൾ നമ്മൾ കാര്യമായിട്ട് അവരെ സൽക്കരിക്കണമല്ലോ. അപ്പോൾ അതിനൊന്നും ഉള്ളൊരു ഇതില്ലാത്തതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു തൽക്കാലം വരണ്ട, ശനിയാഴ്ചയോ ഞായറാഴ്ചയോ നോക്കിയിട്ട് വന്നാൽ മതി. അതായത് സ്കൂൾ തുറക്കുന്നതിൻ്റെ തലേന്ന് ഒറ്റ വന്നാൽ മതി. അതാകുമ്പോൾ ശനിയാഴ്ച ഏട്ടന് സാലറി കിട്ടും എന്നുള്ളത് കണക്ക് കൂട്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അങ്ങനെ വരാനെന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോഴത്തേക്ക് ഇന്നലേക്കുണ്ട് വീട്ടിൻ്റെ അവിടെ എല്ലാം വെള്ളം കയറി. അപ്പോൾ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് വീടിൻ്റെ ഉള്ളിലും എല്ലാം വെള്ളം കയറിയിട്ട് അവർക്ക് എങ്ങോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. എന്നുവെച്ചാൽ വീടിൻ്റെ ഉള്ളിലും വെള്ളമായി. അപ്പം നിങ്ങൾക്കറിയാമല്ലോ, എൻ്റെ വീട്ടിൽ അടുപ്പൊക്കെ പുറത്തൊരു ഷെഡിനകത്താണ് ഞങ്ങൾ കഞ്ഞിയൊക്കെ വെക്കണേ. അപ്പോൾ ഷെഡിനകത്തൊക്കെ വെള്ളം കയറി അവർക്ക് ചോറും കറിയൊന്നും വെക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ കൂടി എല്ലാം കൂടി ആയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര മൂഡ് ഓഫ് ആയിപ്പോയി. കാരണം എൻ്റെ അച്ഛനും അമ്മയും ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞിട്ട് വാന്ന് എനിക്ക് ധൈര്യത്തിൽ പറയാൻ പറ്റിയില്ലല്ലോ. പെട്ടെന്ന് അവരെന്നിട്ട് ഇന്നിപ്പോൾ അവർ വീട്ടിൽ നിന്ന് മാറി എൻ്റെ ചേച്ചീൻ്റെ അടുത്തേക്ക് താമസം മാറിപ്പോയി. എന്നാലും അവർ വരാൻ നിന്ന സമയത്ത് ഞാനായിട്ടാണ് അവരോട് മുടക്കിയത് വരണ്ടാന്ന് പറഞ്ഞത്. പക്ഷേങ്കിൽ അതൊക്കെ കൂടി ആലോചിച്ചപ്പോഴത്തേക്കും നമുക്ക് എന്തായാലും ഒരു വിഷമം ഉണ്ടാവുമല്ലോ. ഒന്നും നമുക്ക് അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ അച്ഛൻ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്താണെങ്കിലും അങ്ങനെ ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു കുറ്റബോധം എപ്പോഴും മനസ്സിലുണ്ടല്ലോ. അപ്പോൾ അതും കൂടിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ മനസ്സ് കൈവിട്ടു പോയതാണ്. അതൊക്കെ കൊണ്ടാണ് ഫുള്ളി ഡിപ്രഷൻ അടിച്ച് ആകെപ്പാടെ വല്ലാണ്ടായി. ഇനിയിപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ അച്ഛനും അമ്മയും വരും കേട്ടോ. കാരണം അവർക്ക് എന്തായാലും മാനൂട്ടൻ സ്കൂളിൽ പോകണമെന്ന് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അമ്മയ്ക്കും അച്ഛനും ഇവനെ സ്കൂളിൽ വിടുന്ന ദിവസം ഇവിടെ ഉണ്ടാവണമെന്ന് അത്രയും ആഗ്രഹിച്ചതാണ്. ഞാനും അവർ വരട്ടെ എന്ന് തന്നെ വിചാരിച്ചു കേട്ടോ. ഞാൻ ശനിയാഴ്ച എത്തിയാൽ തിങ്കളാഴ്ചയല്ലേ സ്കൂളിൽ പോകണ്ടേ, അങ്ങനെ ഒരു പ്ലാനിലാണ് ഞാൻ നിന്നത്. പക്ഷേങ്കിൽ എൻ്റെ കണക്കുകൂട്ടൽ തെറ്റിപ്പോയി. ഞാൻ കാരണം അവരുടെ ആ ആഗ്രഹവും നടന്നില്ല. പിന്നെ മാനൂട്ടൻ്റെ വിഷയം നിങ്ങൾക്കറിയാമല്ലോ. മാനൂട്ടൻ്റെ ഒരു ചടങ്ങിലും ആരും ഇതുവരെ പങ്കെടുത്തിട്ടില്ല. അതായത് അവൻ ജനിച്ച സമയത്താണെങ്കിൽ അവൻ ജനിച്ച് അവൻ്റെ 28, അവൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ, സെക്കൻഡ് ബർത്ത്ഡേ, തേർഡ് ബർത്ത്ഡേ, ഇതിനൊന്നും ആരും ഉണ്ടായി. തേർഡ് ബർത്ത്ഡേക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ആഘോഷിച്ചിന്. പക്ഷേങ്കിൽ ബാക്കിയുള്ള നല്ല മുഹൂർത്തങ്ങളിലൊന്നും ഒരാളും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ 2 പേരല്ലാണ്ട് ഒരാളും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ്. ഇപ്പോൾ അച്ഛനും അമ്മയും വരണമെന്ന് പറഞ്ഞിട്ട് അവരും ഇല്ലാണ്ടായിപ്പോയി. അപ്പോൾ അങ്ങനെ മൊത്തത്തിലൊരു നെഗറ്റീവ് വൈബ് അടിച്ചതാണ്. അത് പിന്നെ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ഓരോ വിഷമങ്ങൾ. അപ്പോൾ നിങ്ങളങ്ങനെ കണ്ടാൽ മതി. നിങ്ങൾക്ക് വെറുപ്പിക്കലായിട്ട് തോന്നിയിട്ടുണ്ടാവും, എന്നാലും ഞാനങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ ഞങ്ങളിതാ വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മളെ വീട്ടിലേക്കുള്ള വഴിയാണ്. ഇനിയിപ്പം പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ല. വീട്ടിലെത്തിയിട്ട് നേരെ കിടന്നുറങ്ങണം. നാളെ ഇനിയിപ്പോൾ ഏട്ടന് പോകണം, ഡ്യൂട്ടിക്ക് പോകാനുണ്ട്. വീടെല്ലാം കണ്ടിട്ട് ഒരു പ്രേതാലയം ലുക്കല്ലേ. എന്താ വെച്ചാൽ ലൈറ്റൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ. ഇനിയിപ്പം ഞങ്ങൾ മറ്റേ വാങ്ങിയ സാധനങ്ങളുടെയൊക്കെ വീഡിയോ ഞാൻ നാളെ ഇടാം കേട്ടോ. ഇനിയിപ്പോൾ എനിക്കിനി വീഡിയോ എടുക്കാനൊന്നും ഉള്ളൊരു ടൈമില്ല, ലൈറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ എല്ലാവരും സാധനങ്ങളൊക്കെ വാങ്ങിയോ? കുഞ്ഞുങ്ങൾക്കൊക്കെ സ്കൂളിലേക്കൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിയോ? വാങ്ങാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. നമ്മളെ കൊണ്ടാവുന്ന എന്തെങ്കിലും ഒരു ചെറിയ ഹെൽപ്പ് ചെയ്യാം. എന്നെയാണെങ്കിൽ ശരിക്കും ഒരു ഏച്ചി ഇന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ.
മാനുവേട്ടന് ഇത് വാങ്ങാൻ സഹായിക്കാം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം ആ വീഡിയോ കണ്ടിട്ട് ആൾക്ക് തോന്നിയത് കുഞ്ഞിനൊന്നും വാങ്ങാൻ പൈസയില്ല, ബുദ്ധിമുട്ടാണ് എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ആൾ വിളിച്ചേട്ടോ. എനിക്കൊന്നാലും ചേച്ചിയോട് ഒത്തിരി താങ്ക്സ് ഉണ്ട്. കാരണം അങ്ങനെ വിളിക്കാനൊരു മനസ്സുണ്ടായില്ലേ, അങ്ങനെ പറയാം. എന്നോട് എന്നിട്ട് പറഞ്ഞു കേട്ടോ, എന്താവശ്യം ഉണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി, സ്വന്തം ചേച്ചിയെ പോലെ കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞു. ആളെ എനിക്ക് ഒരു തവണ കണ്ടുള്ളൊരു പരിചയമേ ഉള്ളൂ. ബിന്ദു എന്നാണ് ചേച്ചീൻ്റെ പേര്. ചേച്ചിയോട് ഒത്തിരി താങ്ക്സ് ഉണ്ട്. പിന്നെ അതുകൊണ്ട് ഞാൻ പറയുകയും ചെയ്തു, മോന് വാങ്ങാൻ പറ്റാത്തതുകൊണ്ടൊന്നും അല്ല, വേറെ കുറേ വിഷമങ്ങളൊക്കെ ആണെന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ വേണമെങ്കിൽ നമ്മളെ കൊണ്ടാവുന്ന പോലെ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ഓക്കെ.